Hello everyone, so welcome back to our daily classes. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിപ്പിച്ചു. സോ ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് അവർ തേർഡ് ചാപ്റ്റർ. ഓക്കെ, തേർഡ് ചാപ്റ്റർ ഹെഡിങ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റികളെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിസ്ട്രീനെ കുറിച്ചിട്ടൊക്കെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ചെറിയൊരു ബേസ് നിങ്ങൾക്ക് എയ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിറ്റിക് സെൽ, അതൊക്കെ നമ്മൾ എയ്ത്തിൽ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഹയർ ലെവലിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ ഈസി ചാപ്റ്റർ ആണ്. ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല. നമുക്ക് വളരെയധികം ആവശ്യമുള്ളൊരു ചാപ്റ്റർ ആണ്. പ്ലസ് ടുവിൽ നമുക്ക് ഇതിന്റെ സെയിം കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട് ഇലക്ട്രോ കെമിസ്ട്രി, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്കപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ ടോപ്പിക്. So Unit 4 Reactivity Series and Electrochemistry. അപ്പോൾ ചാപ്റ്റർ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, നമ്മളൊരു 3 ബീക്കർ, ഓക്കെ, 3 ബീക്കർ എടുത്തു. ആ 3 ബീക്കറിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ആൻഡ് ഫസ്റ്റത്തെ ബീക്കറിലേക്ക് വി ആർ ആഡിങ് എ പീസ് ഓഫ് സോഡിയം. ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? സോഡിയം മെറ്റലിന്റെ ഒരു പീസാണ് ഈ ബീക്കറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ വി ആർ ആഡിങ് മെഗ്നീഷ്യം. ആരെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? മഗ്നീഷ്യത്തിനെയാണ് ഈ സെക്കൻഡ് ബീക്കറിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ വി ആർ ആഡിങ് കോപ്പർ. ഓക്കെ, അതായത് നമ്മൾ 3 ബീക്കർ എടുത്തു. ആ 3 ബീക്കറിലും എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഇതിലും വാട്ടർ ഉണ്ട്, ഇതിലും വാട്ടർ ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് ഇതിലും വാട്ടർ ഉണ്ട്. അപ്പോൾ 3 ബീക്കർ വിത്ത് വാട്ടർ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? 3 ഡിഫറെന്റ് മെറ്റൽസ് ആഡ് ചെയ്തു. ഫസ്റ്റത്തേൽ സോഡിയം ആഡ് ചെയ്തു, സെക്കൻഡിൽ മഗ്നീഷ്യം ആഡ് ചെയ്തു, ആൻഡ് തേർഡ് വണ്ണിൽ എന്ത് ആഡ് ചെയ്തു? കോപ്പർ ആഡ് ചെയ്തു. ആൻഡ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ഓരോ മെറ്റലും എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റത്തെ ആള് ജസ്റ്റ് എ സെക്കൻഡ്. ഫസ്റ്റത്തെ ആളാരാണ്? സോഡിയം ആണ്. അപ്പോൾ സോഡിയം നമ്മൾ വാട്ടറിൽ ഇട്ടാൽ അറിയാവുന്ന റിയാക്ഷൻ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്താണ്? ഒരു പീസ് ഓഫ് സോഡിയം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓടി നടന്ന് കത്തുന്നുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിഗറസ് റിയാക്ഷൻ. വിഗറസ് റിയാക്ഷൻ ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അത് നമ്മൾ എയ്ത്തിലൊക്കെ പറയുന്ന ഒരു പോയിന്റ് തന്നെയാണത്. എന്താണ്? ഒരു പീസ് ഓഫ് സോഡിയം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓടി നടന്ന് കത്തുന്ന പറയാം. സോ ഹൈലി റിയാക്ഷൻ ആണ് ആരൊക്കെ തമ്മിൽ? സോഡിയവും അതുപോലെ തന്നെ വാട്ടറും തമ്മിൽ. ദെൻ മഗ്നീഷ്യത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ അത്ര കണ്ടുള്ള റിയാക്ഷൻ ഇല്ല. ഓക്കെ, നമ്മളിപ്പോ കോൾഡ് വാട്ടർ ആണ് ഇടുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും, കോൾഡ് വാട്ടർ ആണെങ്കിൽ. ആൻഡ് ഹോട്ട് വാട്ടർ ആണെങ്കിൽ മഗ്നീഷ്യം വിൽ റിയാക്ട് വിത്ത് വാട്ടർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സോഡിയം കോൾഡ് വാട്ടറിൽ ഇട്ടാൽ തന്നെയും വിഗറസ് റിയാക്ഷൻ ആണ്, ഓടി നടന്ന് കത്തും. ആൻഡ് മഗ്നീഷ്യം ആണെങ്കിൽ കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ അറ്റ് ഓൾ, ആൻഡ് ഹോട്ട് വാട്ടർ ആണെങ്കിൽ അത് റിയാക്ട് ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് കോപ്പർ? കോപ്പറിൽ കോൾഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ആണെങ്കിലും, കോൾഡ് വാട്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ആണെങ്കിലും എന്താണ്? നോ റിയാക്ഷൻ. മനസ്സിലായോ? ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം, മഗ്നീഷ്യം ആൻഡ് കോപ്പർ, ഈ 3 മെറ്റൽസും എങ്ങനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോ സോഡിയം വിഗറസ് റിയാക്ഷൻ വിത്ത് കോൾഡ് വാട്ടർ ഇറ്റ്സെൽഫ്, ദെൻ മഗ്നീഷ്യം കോൾഡ് വാട്ടർ നോ റിയാക്ഷൻ, ആൻഡ് ഹോട്ട് വാട്ടർ ദേ വിൽ റിയാക്ട്, ആൻഡ് കോപ്പർ കോൾഡ് വാട്ടർ ആണെങ്കിലും ഹോട്ട് വാട്ടർ ആണെങ്കിലും, ചൂടുള്ള വെള്ളത്തിലിട്ടാലും തണുത്ത വെള്ളത്തിലിട്ടാലും അവിടെ റിയാക്ഷൻ ഒന്നും നടക്കാൻ പോകില്ല. ഓക്കെ, ഇതാണ് 3 മെറ്റൽസിന്റെയും വാട്ടറുമായിട്ടുള്ള റിയാക്ഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി ഇതിന്റെ തിയറി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദാറ്റ്. യെസ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടേക്ക് 3 beakers having same quantity of water. അതായത് നമ്മൾ 3 ബീക്കർ എടുക്കുക, അതിനകത്ത് സെയിം ലെവൽ ഓഫ് വാട്ടർ ആയിരിക്കണം. ടേക്ക് പീസസ് ഓഫ് സോഡിയം, magnesium and copper of same size and drop each one to each beaker. നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. ഫസ്റ്റ് ബീക്കറിൽ a piece of sodium, second beaker a piece of magnesium, and third beaker a piece of copper.
ആൻഡ് മൂന്നിൻ്റെയും സൈസ് എന്തായിരിക്കണം? ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, എന്താണ് വിച്ച് മെറ്റൽ റിയാക്ട് വിഗ്രസ്ലി? ഞാൻ പറഞ്ഞതാണ്, ആരാണ് വിഗ്രസ് റിയാക്ഷൻ കാണിക്കുക? സോഡിയം ആണ് വിഗ്രസ് റിയാക്ഷൻ കാണിക്കുക, അല്ലെ? സോഡിയം വെള്ളത്തിലിട്ടാൽ ഓടി നടന്ന് കത്തും. സോ വിഗ്രസ് റിയാക്ഷൻ എക്സിബിറ്റഡ് ബൈ സോഡിയം. Now, which gas is formed as a result of this reaction? ഓർത്ത് വെച്ചേക്ക, ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്? ഹൈഡ്രജൻ ആണ്. ആൻഡ് സി പാർട്ട്, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആരൊക്കെയാണ് റിയാക്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത്? സോഡിയം വിത്ത് വാട്ടർ ആണ് നമ്മുടെ റിയാക്ഷൻ. സോ ഫസ്റ്റ് വൺ Na പ്ലസ്, അടുത്തവരാണ് വാട്ടർ H2O. Na plus H2O will give you, ഓർത്ത് വെച്ചേക്ക, NaOH സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. സോ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഇക്വേഷൻസ് ബാലൻസ്ഡ് ആവാനായിട്ട് എന്ത് വേണം? 2Na plus 2H2O will give you 2NaOH plus H2. ബാലൻസ്ഡ് അല്ല നോക്കൂ. 2 sodium 2 sodium, 4 hydrogens and 1 oxygen. അപ്പോൾ ഇതാണ് ഇതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. 2Na plus 2H2O will give you 2NaOH plus water. അപ്പോൾ സോഡിയമായിട്ടുള്ള റിയാക്ഷൻ മനസ്സിലായല്ലോ എന്താണ്? സോ സോഡിയം വിഗറസ് റിയാക്ഷൻ വിത്ത് വാട്ടർ ആൻഡ് വിച്ച് ഇസ് ദ ഗ്യാസ് ഫോം. ഏത് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് എ ഹൈഡ്രജൻ. ആൻഡ് കെമിക്കൽ ഇക്വേഷൻ ഇസ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സോഡിയത്തിന്റെ അവിടുന്ന് എക്സിബിറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരിക്കും ആക്ടിവിറ്റി വൈസിൽ തന്നെ ചോദിക്കാവുന്നതാണ് വിത്ത് 3 സബ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ അല്ലേ? സോ ദെൻ വി വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ്. യെസ്, അടുത്തെന്താണ്? നമ്മളിപ്പോ പറഞ്ഞ കേസ് തന്നെയാണ് റിയാക്ഷൻസ്. സോഡിയം കോൾഡ് വാട്ടറിൽ എന്താന്ന് പറഞ്ഞേ? വിഗറസ് റിയാക്ഷൻ. എന്താണ് കോൾഡ് വാട്ടർ? വിഗറസ് റിയാക്ഷൻ. ഹോട്ട് വാട്ടർ കേസ് അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ദെൻ മഗ്നീഷ്യം. മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ ആണ്. മഗ്നീഷ്യം ഇൻ കോൾഡ് വാട്ടർ നോ റിയാക്ഷൻ. ഹോട്ട് വാട്ടറിൽ എന്താണ്? ഇറ്റ് വിൽ റിയാക്ട്. ഓക്കെ, മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. തേർഡ് വൺ കോപ്പർ. കോപ്പർ കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ, അതുപോലെ തന്നെ എന്തിലും? ഹോട്ട് വാട്ടറിലും നോ റിയാക്ഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ എന്നുള്ള കേസിൽ വരുന്നത്. ഫസ്റ്റ് വൺ സോഡിയം ആണ്. സോഡിയം വിഗറസ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഇൻ കോൾഡ് വാട്ടർ ഇറ്റ്സെൽഫ്. സോ മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ നോ റിയാക്ഷൻ, ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യും. ആൻഡ് കോപ്പർ കോൾഡ് വാട്ടർ ആയാലും ഹോട്ട് വാട്ടർ ആയാലും റിയാക്ട് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് മെറ്റൽസ് ആൻഡ് വാട്ടർ എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ആൻഡ് അടുത്തേക്ക് നമുക്ക് വരാം. യെസ്, ഇതെന്ത് സാധനം? ഇത് നമ്മളൊരു സോഡിയം മെറ്റലാണ്. സോഡിയം മെറ്റൽ ആണ് ഇത്. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സോഡിയം മെറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫ്രഷ്ലി കട്ട്. ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത ഒരു പീസ് ഓഫ് സോഡിയം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഷൈനിങ് അപ്പിയറൻസ് ആണ് അല്ലെ? ഈ കട്ട് ചെയ്ത സൈഡിൽ എന്താണ്? ഒരു ഷൈനിങ് അപ്പിയറൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് സോഡിയം മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് മെറ്റാലിക് ലസ്റ്റർ. ഒരു ഫ്രഷ്ലി കട്ടഡ് പീസ് ഓഫ് സോഡിയം, അതിന്റെ സൈഡിൽ എന്താണ്? ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. അതിനെ നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്നൊക്കെ പറയാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു ഇമേജ് കാണിക്കാം. യെസ്, ഇതെന്താണ്? ഇതും സോഡിയം മെറ്റൽ തന്നെയാണ്. ഇതും സോഡിയം മെറ്റൽ തന്നെയാണ്. പക്ഷെ ഇതിനില്ല, എന്തില്ല? നോ ഷൈനിങ് അപ്പിയറൻസ്. ഇതിന് ഒരു ഷൈനിങ് അപ്പിയറൻസ് നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റില്ല. ഈ സോഡിയത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഷൈനിങ് അപ്പിയറൻസ് ഉള്ളതെന്ന് പറയുന്നത് ഫ്രഷ്ലി കട്ടാണ്. ഓക്കെ, നമ്മളിപ്പം മുറിച്ച പീസ് ഓഫ് സോഡിയത്തിനാണ് നമുക്ക് ഷൈനിങ് അപ്പിയറൻസ് കാണാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഈ സോഡിയത്തിനെ കുറച്ച് നാൾ, അതായത് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന് ഷൈനിങ് അപ്പിയറൻസ് കാണാനായിട്ട് പറ്റില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോഡിയം അത് സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സോഡിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും, സോഡിയം വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും, ആൻഡ് സോഡിയം കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ആ മെറ്റാലിക് ലസ്റ്റർ നഷ്ടപ്പെടുന്നത്. ആ സീരീസ് ഓഫ് ഇക്വേഷൻസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. സോ ഫസ്റ്റ് വൺ, സോഡിയം will react with oxygen and we will be getting Na2O. Okay, the first reaction ആണ്.
സോഡിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് Na2O ഉണ്ടാവും. ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല, ഞാൻ ബാലൻസ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഓക്കെ. ആൻഡ് സെക്കൻഡ് കേസിൽ എന്താണ്, സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് മാറും. ഈക്വേഷനും ബാലൻസ്ഡ് അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്നില്ല. ഓക്കെ. നൗ മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന അറിയോ, സോഡിയം കാർബണേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. Na അല്ല, NaOH. ജസ്റ്റ് സെക്കൻഡ്, ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതിക്കോട്ടെ. NaOH will react with carbon dioxide and forms Na2CO3 plus water. Okay. സോഡിയം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് സോഡിയം കാർബണേറ്റ് ആൻഡ് വാട്ടർ ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇതാണ് അവിടെ വരുന്ന എന്തെന്ന് പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, അതായത് നമ്മളൊരു ഫ്രഷ്ലി കട്ടഡ് പീസ് ഓഫ് സോഡിയം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും, അതിനകത്തൊരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാവും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആ ഷൈനിങ് അപ്പിയറൻസ് പോവും, ഫേഡ് ആവും. കാരണം എന്താണ്, കാരണങ്ങളാണ് ഈ കിടക്കുന്നത് ഇത്രയും റിയാക്ഷൻസ്. ക്ലിയർ അല്ലേ? ഇതാണ് സോഡിയത്തിന്റെ കേസ്. ഓക്കെ. നൗ അടുത്ത എന്താണ്, ഈ സാധനം കണ്ടോ ആരെങ്കിലും? ഇതൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചേക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മഗ്നീഷ്യം റിബൺ. മഗ്നീഷ്യം റിബൺ. മഗ്നീഷ്യം റിബൺ കത്തിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ ഇതാണ് മഗ്നീഷ്യം റിബൺ. ഈ മഗ്നീഷ്യം റിബണിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ടാ, ഒരു ഷൈനിങ് അപ്പിയറൻസ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇത് ഒരു ന്യൂ മഗ്നീഷ്യം റിബൺ ആണ്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഷൈനിങ് അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇത് നോക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള മഗ്നീഷ്യം റിബൺ ആണ്. ഇവിടെ എന്താ നടക്കുന്നത്, അതിന്റെ മെറ്റാലിക് ലസ്റ്റർ പോയി, അല്ലെങ്കിൽ ഷൈനിങ് അപ്പിയറൻസ് ഇവിടെ ഇല്ല. ഓക്കെ. അതിന്റെ റീസൺ എന്താണ്, റീസൺ ഇറ്റ്സ് ദ സെയിം. മഗ്നീഷ്യം ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് MgO, 2Mg plus O2 will give you 2MgO. അതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ. മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും, അതുകൊണ്ടാണ് അതിന്റെ ഷൈനിങ് അപ്പിയറൻസ് ഇല്ലാതാവുന്നത്. ക്ലിയർ അല്ലേ? ഫ്രഷ്ലി കട്ടഡ് എന്ന സോഡിയത്തിലാണ്. നമ്മൾ പുതിയൊരു മഗ്നീഷ്യം റിബൺ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ട്, അതിനൊരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. കുറച്ച് നാൾ അത് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ എയറുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും, MgO ആയിട്ട് മാറും. അങ്ങനെ അതിന്റെ ഷൈനിങ് അപ്പിയറൻസ് നഷ്ടപ്പെടും. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോയാലോ? യെസ്. ഇതെന്താണ്, ഇത് അറിയാമെന്ന് തോന്നുന്നു. ഇതൊരു അലുമിനിയം വെസലാണ്. ആരാണ്? അലുമിനിയം വെസൽ, Al, അലുമിനിയം. ഓക്കെ. ഈ അലുമിനിയം വെസല് കുറച്ച് അതിന്റെ രണ്ടാമത് പിക്ചർ ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ. ഈ അലുമിനിയം വെസല് കുറച്ച് നാൾ ഇരുന്ന് എന്ത് സംഭവിക്കും, അതില് Al2O3 അലുമിനിയം ഓക്സൈഡിന്റെ ഒരു കോട്ടിങ് വരും. ഓക്കെ. അപ്പൊ അലുമിനിയം വെസല് ഇപ്പൊ നല്ല ഷൈനിങ് അപ്പിയറൻസും പുത്തൻ സാധനമാണ്. കുറച്ച് നാൾ അത് ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്ത് Al2O3 അല്ലെങ്കിൽ അലുമിനിയം ഓക്സൈഡിന്റെ ഒരു കോട്ടിങ് വരും. ഓക്കെ. എന്തുകൊണ്ടാണ്? അലുമിനിയം ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, അലുമിനിയം എയറുമായിട്ട് കമ്പൈൻ ചെയ്ത് Al2O3 ആയിട്ട് മാറുന്നു. 2Al plus 3O2 will give you Al2O3. 2Al2O3 ആണ്, 4Al വരും അല്ലെ? ബാലൻസിങ് ആണ്. 4Al plus 3O2 will give you 4Al plus 3O2 will give you 2Al2O3. അപ്പൊ ഈ Al2O3യുടെ ഒരു കോട്ടിംഗ് ആണ് ഈ അലുമിനിയം വെസലിൽ വരിക. ഓക്കെ അല്ലേ? അപ്പൊ അലുമിനിയത്തിന്റെ കേസ് മനസ്സിലായല്ലോ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. യെസ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. എന്താണ്? അയൺ നെയിൽസ് ആണ്. കളർ മാറ്റാം അല്ലെ, സോറി. അയൺ നെയിൽസ് ആണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അയൺ നെയിൽസ്. അയണിന്റെ സിമ്പിൾ എന്താ? Fe. ഓക്കെ. അയൺ നെയിൽസ്. പുതിയ അയൺ നെയിൽ ആണ്, നല്ല ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് അടുത്ത് നോക്കിക്കോട്ടെ. ഇതെന്താ സാധനം? ഇതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കണ്ടേക്കണേ. ഇത് ആകെ തുരുമ്പെടുത്തിരിക്കുന്ന അയൺ നെയിൽ ആണ്. അതിനെ നമ്മൾ കെമിക്കലി പറയുന്ന പേരാണ് റസ്റ്റഡ് അയൺ നെയിൽ. എന്താണ്? റസ്റ്റഡ് അയൺ നെയിൽ.
എന്താണ് ഈ റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് തുരുമ്പ്. ഓക്കെ, ഇതാണ് റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അയൺ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ അത് റസ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ അണ്ടർഗോ റസ്റ്റിംഗ്. ആൻഡ് അറിയേണ്ട ഒരു കാര്യം എന്താണ്? റസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അയൺ ഓക്സൈഡ്. റസ്റ്റിംഗ് എന്താണ്? അയൺ ഓക്സൈഡ് ആണ്. ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതായത് അയൺ നെയിൽസ്, നമ്മൾ പുതിയ അയൺ നെയിൽസിന് നല്ല ഷൈനിങ് അപ്പിയറൻസ് ആയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ അണ്ടർഗോ റസ്റ്റിംഗ്. അതിന് തുരുമ്പെടുക്കും. എന്താണ് റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റസ്റ്റ് ഇസ് ബേസിക്കലി എ ഫോം ഓഫ് അയൺ ഓക്സൈഡ്. ഓക്കെ, അതായത് അയൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അയൺ ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അയണിന്റെ കേസ് മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ, ഇതെന്താ സാധനം? ഇതൊരു കോപ്പർ വെസലാണ്. എന്താണ്? കോപ്പർ വെസലാണ്. കോപ്പറിന്റെ സിമ്പിൾ എന്താ? Cu. Cu. ഓക്കെ, കോപ്പർ വെസലാണ്. ഈ കോപ്പർ വെസലിനും ഇതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഒരു സാധനം വരും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർഡിഗ്രസ്. കോപ്പർ വെർഡിഗ്രസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ കോപ്പർ ഇത് നമ്മൾ ജനറലി നമ്മുടെ വീടുകളിലും എല്ലായിടത്തും കാണുന്ന ഒരു ഇതാണ്. നല്ല കോപ്പർ വെസലായിരുന്നു. കുറച്ച് നാൾ നമ്മളത് പുറത്ത് വെച്ച് ഇത്തിരി വെള്ളവും എയറും ഒക്കെ ആയിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിയുമ്പോൾ ഒരു ലെയർ ഓഫ് വെർഡിഗ്രസ് അതുമ്മ ഫോം ചെയ്യും. ഈ വെർഡിഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നും അല്ല. വെർഡിഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താണ്? CuCO3 കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ കോപ്പർ വെസല്, നല്ല കോപ്പർ വെസലിന് എന്താണ്? നല്ലൊരു ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തായി? അതിനകത്ത് ഒരു ലെയർ ഓഫ് വെർഡിഗ്രസ് ഫോം ചെയ്തു. വെർഡിഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക് CuCO3. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പല പല മെറ്റൽസും അത് ഫ്രഷ് ആയിരുന്ന സമയത്തുള്ള അതിന്റെ ഒരു രൂപവും, അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള അതിന്റെ രൂപവും, അതിന്റെ റീസണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. ഓക്കെ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോരോ മെറ്റൽസിന്റെ എയറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തോളൂ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കട്ട് എ പീസ് ഓഫ് സോഡിയം യൂസിങ് എ നൈഫ്. ഒരു പീസ് ഓഫ് സോഡിയം ജസ്റ്റ് ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുക. ഹൗ ഡസ് ദ ഫ്രഷ്ലി കട്ട് പോർഷൻ അപ്പിയർ? യെസ്, എന്താണ് ആ ഫ്രഷ്ലി കട്ട് പോർഷൻ? എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഇറ്റ്സ് എ ഷൈനിങ് അപ്പിയറൻസ്. അവിടെ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ സം ടൈംസ്? കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിന്? ദ ഷൈനിങ് അപ്പിയറൻസ് ഫെയ്ഡ്സ്. പറഞ്ഞതാണല്ലോ. റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ്. എന്താണ് അവിടെ? സെറ്റ് ഓഫ് റിയാക്ഷൻസ് വരുന്നുണ്ട്. ആദ്യം സോഡിയം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് Na2O ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ സോഡിയം ആരാണ്? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് NaOH ആൻഡ് ഹൈഡ്രജൻ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ സെറ്റ് ഓഫ് റിയാക്ഷനിൽ എന്താ വരുന്നത്? മൂന്നാമത്തെ സെറ്റ് ഓഫ് റിയാക്ഷനിൽ NaOH കാർബൺ ഡയോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് Na2CO3 സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ വാട്ടറുമായിട്ട് മാറുന്നുണ്ട്. ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഇക്വേഷൻസ് ഒന്ന് ബാലൻസ് ചെയ്തേക്കാൻ ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സോഡിയത്തിന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചേട്ടൻ ആരാണ്? ഇതാണ് ഹെഡിങ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. ഓക്കെ, യെസ്. വൈ എ ഫ്രഷ് മഗ്നീഷ്യം റിബൺ loses its luster when kept exposed in air for some times or some days. അതായത് ഒരു ഫ്രഷ് മഗ്നീഷ്യം റിബണ് നല്ല ഷൈനിങ് അപ്പിയറൻസ് ആണ്. എന്നാൽ അത് കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഷൈനിങ് അപ്പിയറൻസ് പോകും. കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇറ്റ് വിൽ റിയാക്ട് വിത്ത് എയർ. ഇറ്റ് വിൽ റിയാക്ട് വിത്ത് എയർ. ഓക്കെ അല്ലേ? ഗിവ് ദ കെമിക്കൽ ഇക്വേഷൻസ്. എന്താണ് കെമിക്കൽ ഇക്വേഷൻസ്? Mg plus O2 will give you MgO. 2Mg plus O2 will give you 2MgO. ഇതാണ് അവിടെ വരുന്ന എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? വാട്ട് ഹാപ്പൻസ് വെൻ അലുമിനിയം വെസൽ ഈസ് എക്സ്പോസ്ഡ് ഫോർ ഫ്യൂ ഡേയ്സ്. എന്താണ്? അലുമിനിയം വെസൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Al2O3 gets coated.
Al2O3 gets coated on the surface. ആ അലുമിനിയം വെസലിന്റെ സർഫസിൽ അലുമിനിയം ഓക്സൈഡ് കോട്ട് ചെയ്യും. എന്താണ് അവിടെ വരുന്ന ഇക്വേഷൻ? അലുമിനിയം പ്ലസ് O2 ഗിവിങ് Al2O3. ഇക്വേഷൻസ് ബാലൻസ് ചെയ്യണം. 3O2 ആണ്. So 2Al, 4Al. Yes, 4Al plus 3O2 will give you 2Al2O3. ഇതാണ് അവിടെ വരുന്ന കെമിക്കൽ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? Then what happens to iron when exposed continuously to moisture and air? മോയ്സ്ചർ, അതായത് വെള്ളവും അതുപോലെ തന്നെ എയറുമായിട്ട് അയൺ കുറെ കാലം എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അയൺ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അണ്ടർഗോ റസ്റ്റിംഗ്. അത് തുരുമ്പെടുക്കും. ഓക്കെ. അടുത്ത എന്താണ്? ഹൗ ഡസ് കോപ്പർ വെസൽ അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഓൺ എക്സ്പോസിംഗ് ടു എയർ ആൻഡ് മോയ്സ്ചർ? കോപ്പർ. ഓക്കെ, കോപ്പർ കുറെ കാലം നമ്മൾ മോയ്സ്ചറും എയറുമായിട്ടൊക്കെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവാന്ന് പറഞ്ഞേ? വെർഡിഗ്രസ്. കോപ്പർ വെർഡിഗ്രസ് ഫോം ചെയ്യും. ഈ വെർഡിഗ്രസ് എന്ന് പറഞ്ഞ എന്താ സാധനം? CuCO3 ആണ്. കോപ്പറിന്റെ കാർബണേറ്റ് ഫോം ആണ്. അതുപോലെ റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ ഓക്സൈഡ് ആണ് അല്ലേ? അയൺ ഓക്സൈഡ് ആണ്. ക്ലിയർ ആയോ? നമ്മൾ സോഡിയം പറഞ്ഞു, ദെൻ മഗ്നീഷ്യം പറഞ്ഞു, അലുമിനിയം പറഞ്ഞു, അയൺ പറഞ്ഞു, കോപ്പർ പറഞ്ഞു. സോഡിയം എന്താണ്? ഫ്രഷ്ലി കട്ടിന് ഷൈനിങ് അപ്പിയറൻസ് ആണ്. അത് പോവും, കാരണം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. അത്രയാണ് സോഡിയത്തിന്റെ കേസിൽ വരുന്നത്. പിന്നെ അത് പറയുന്നത് മഗ്നീഷ്യം. ഒരു ഫ്രഷ് മഗ്നീഷ്യം റിബണ് ഭയങ്കര ഷൈനിങ് ആണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഷൈനിങ് ഫേഡ് ആവും. കാരണം എന്താണ്? അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് MgO ആയിട്ട് മാറും. ഓക്കെ അല്ലേ? തേർഡ് വൺ പറഞ്ഞത് ആരാണ്? അലുമിനിയം ആണ്. അലുമിനിയം കുറച്ചു നാൾ കഴിയുമ്പോൾ എന്ത് വരും? അതിനകത്ത് Al2O3 കോട്ടിംഗ് ഉണ്ടാവും. എന്താണ് ഇക്വേഷൻ വരിക? Al plus O2 will give you Al2O3. ബാലൻസ് ചെയ്യണട്ടാ. ഞാൻ അടുത്ത് പറഞ്ഞ അയണിന്റെ കേസാണ്. അയൺ ഫ്രഷ്ലി അയൺ നല്ല അപ്പിയറൻസ് ഉള്ള അയൺ ആണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു റസ്റ്റ് ഫോം ചെയ്യും. റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അതാണ് അവിടെ വരുന്ന കെമിക്കൽ ചേഞ്ച്. ലാസ്റ്റ് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ കോപ്പർ വെസലാണ്. കോപ്പർ വെസൽ കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ലെയർ ഓഫ് വെർഡിഗ്രസ് ഫോം ചെയ്യും. വെർഡിഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് CuCO3 കാർബണേറ്റ് ഫോം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് എയറിന്റെ സെക്ഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്ത്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ ആൻഡ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. ഓക്കെ, അതിനകത്ത് വരുന്ന ടോപ്പിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ അവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്സ് നമുക്ക് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.